മാർച്ച് 19 ഒരു ബിഗസ്റ്റ് ക്ലാഷ് നടക്കാൻ പോകുന്നു. നമ്മുടെ കേരളത്തിൽ നിന്ന് ഷാജി പാപ്പനും പിള്ളേരും അങ്ങ് പാൻ ഇന്ത്യൻ ലെവൽ ഒരു തൂക്കല്ലെങ്കിൽ ഒരു മുട്ടാൻ പോവുകയാണ്. അപ്പം നമുക്കറിയാം, അപ്പം എതിരെ നിൽക്കുന്ന രണ്ട് ചിത്രങ്ങൾ, ഒന്ന് നമ്മുടെ യാഷിൻ്റെ ടോക്സിക്കും, രണ്ട് ദുരന്തർ 2 ആണ്. അപ്പം രണ്ട് പടവും പാൻ ഇന്ത്യൻ ബിഗസ്റ്റ് ഭയങ്കര ഹൈപ്പ് വരുന്ന രണ്ട് സിനിമകളോടാണ് നമ്മുടെ മോളിവുഡിൻ്റെ ഷാജി പാപ്പനും പിള്ളേരും മുട്ടാൻ പോകുന്നത്. അപ്പം ഇനി കേരളത്തിലെ ഒരു റെക്കോർഡ് ഇട്ടിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഷാജി പാപ്പൻ. അപ്പം നമുക്കറിയാം, ഓൾറെഡി ഒരു മലയാളം പടം ആയതുകൊണ്ട് കേരളത്തിൽ ആ പടത്തിനായിരിക്കും കൂടുതൽ സ്വീകാര്യത കിട്ടാൻ പോകുന്നത്. അതുമാത്രമല്ല, നമുക്കറിയാം ആട് എന്നുള്ള ആ ഒരു സീരീസിൻ്റെ പ്രേക്ഷക സ്വീകാര്യത നമുക്കറിയാം. ഫസ്റ്റ് ഓൾറെഡി ഇറങ്ങിയപ്പോൾ അത് കൂടുതലും ഫോണുകളിലും ടി വികളിലും ഒക്കെയാണ്. ഇപ്പോഴും നമ്മൾ ആട് ഫസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റ് വാല്യൂ ഉള്ളൊരു സിനിമയാണ്. അതിനുശേഷം സെക്കൻഡ് പാർട്ട് ഇറങ്ങി, അതും ഭയങ്കര ഒരു സ്വീകാര്യത. അതിനുശേഷമാണ് 3 ഇറങ്ങാൻ പോകുന്നത്. അപ്പം ഇത്രയും വലിയ ഒരു പാൻ ഇന്ത്യൻ മൂവീസുമായിട്ട് മുട്ടാൻ പോവുകയാണ് നമ്മുടെ ഷാജി പാപ്പൻ. അപ്പം ആദ്യം തന്നെ ഒരു റെക്കോർഡ് ഇട്ടുകൊണ്ടാണ് ഷാജി പാപ്പനും പിള്ളേരും മുന്നേറാൻ പോകുന്നത്. കേരളത്തിൽ ഏകദേശം 300ഓളം സ്ക്രീനുകളാണ് ഇപ്പം ആട് 3ക്ക് ഒരുങ്ങാൻ പോകുന്നത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ടോക്സിക്കാണ് കേരളത്തിൽ 2ാമത് സ്ക്രീനുകൾ ഒരുങ്ങാൻ പോകുന്നത്. നമുക്ക് അറിയാം, യാഷ്, പിന്നെ നമ്മുടെ ഡയറക്ടർ ഗീതു മോഹൻദാസ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. 3ാമത് 150 സ്ക്രീനിലായിരിക്കും ദുരന്തർ 2 ഇറങ്ങാൻ പോകുന്നത്. അപ്പം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും മറ്റ് 2 സിനിമകളുടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ടോക്സിക്കിൻ്റെ കാര്യം, അത് കൂടുതലും പോസിറ്റീവായെങ്കിൽ മാത്രമേ പടം ഓടത്തുള്ളൂ. പിന്നെ ദുരന്തറിൻ്റെ ഫസ്റ്റ് അറിയാമല്ലോ, കിട്ടില്ല സിനിമയായിരുന്നു. അപ്പം അതിൻ്റെ ആകാംക്ഷയിൽ പ്രേക്ഷകർ ദുരന്തർ 2 ഇറങ്ങും. എന്നാൽ ഷാജി പാപ്പൻ്റെയും പിള്ളേരുടെയും റേഞ്ച് വേറെയാണ്. അപ്പം എന്തായാലും എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ആട് 3 തന്നെയാണ്. അപ്പം നിങ്ങളുടെ ഏതാണ്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെ ഒരു 300 സ്ക്രീനുകൾ റെക്കോർഡിട്ട് നമ്മുടെ ഷാജി പാപ്പൻ മുന്നേറാൻ പോകുന്നു. അപ്പം എന്തായാലും പടത്തിനൊരു ഗ്രീൻ സിഗ്നൽ വന്ന മോനെ അടിച്ച് തൂക്കും. അപ്പോൾ അടുത്തൊരു ഇൻഡസ്ട്രി ഹിറ്റ് ലോഡിങ് ആണ്. അപ്പോൾ ചിലവരൊന്ന് കമൻറ്റ് ഇടുക, എന്താ അവിടെ ഹൈപ്പ് കയറ്റി വിടുകയാണോ? എന്നാൽ മോനെ നടക്കാൻ പോകുന്ന കാര്യം നമ്മളങ്ങ് പ്രവചിക്കുകയാണ്. അപ്പോൾ ഷാജി പാപ്പനും പിള്ളേരും കയറി കൊളുത്താൻ പോകും. കൊളുത്തു എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നമുക്ക് ട്രെയിലറൊക്കെ ഇറങ്ങിയപ്പോൾ ട്രെയിലർ കണ്ടപ്പോഴേ കിളി പാറി. അപ്പം എന്തായാലും കിട്ടില്ല ഒരു സിനിമയായിരിക്കും വരാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ എല്ലാ അപ്ഡേറ്റും അപ്പം ചെയ്യുന്നതാണ്. അപ്പം എന്തായാലും ആദ്യം തന്നെ ഷാജി പാപ്പനും പിള്ളേരും തൂക്കി. അപ്പം ഇനി കളക്ഷൻ ബേസ് ആണെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാവരും എന്തായാലും നമുക്ക് ഷാജി പാപ്പനും പിള്ളേരും തൂക്കട്ടെ. അപ്പം എന്തായാലും അടുത്തൊരു ഇൻഡസ്ട്രി ലോഡിങ് ആണ്. കിട്ടില്ല ഒരു റെക്കോർഡ് തീർത്തുകൊണ്ട് പടം മുന്നേറട്ടെ. അപ്പം എന്തായാലും മാർച്ച് 19 നിങ്ങൾ ഏത് സിനിമയൊക്കെയാണ് വെയിറ്റ് ചെയ്യുന്നത്, ഏത് സിനിമയാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഓപ്ഷൻ ആട് 3 തന്നെ. അപ്പം എന്തായാലും കൂടുതൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.